ഹായ്, നമ്മളിന്ന് ആ ചാപ്റ്ററിൻ്റെ ലാസ്റ്റ് സെക്ഷനാണ് കൈകാര്യം ചെയ്യുന്നത്. വളരെ സിമ്പിളായിട്ടുള്ള ടോപ്പിക്കാണ്. അപ്പോൾ നല്ല ശ്രദ്ധിച്ചിരിക്കുക, ഒരു ബുദ്ധിമുട്ടുമില്ല. ഓക്കെ, അപ്പോൾ അതിനകത്ത് നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത് മാഗ്നറ്റിക് മൊമെൻറ്റ് ഓഫ് റിവോൾവിങ് ഇലക്ട്രോൺ ആണ്. ഇത് നമ്മുടെ പ്രീവിയസ് ചാപ്റ്ററിൽ ഉള്ളൊരു ടോപ്പിക്കാണ്. ഞാനത് ഇവിടെ പഠിപ്പിക്കാൻ വെച്ചിരുന്നത് അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള സംഭവം നമുക്കിവിടെ ഉള്ളതുകൊണ്ടാണ്. സോ മാഗ്നറ്റിക് മൊമെൻറ്റ് ഓഫ് റിവോൾവിങ് ഇലക്ട്രോൺ നോക്കിക്കോളൂ. നമുക്കൊരു ആറ്റം എടുക്കാം. ആറ്റത്തിന് ഒരു പോസിറ്റീവ് ചാർജുള്ള ന്യൂക്ലിയസും കാണും. ഇതിന് ചുറ്റും ഇലക്ട്രോൺസ് കറങ്ങുന്നുണ്ടാവും. ഓക്കെ, ഇപ്പോൾ ഒരു ഇലക്ട്രോൺ കറങ്ങുകയാണ്, കണ്ടല്ലോ. ഇപ്പോൾ ഇതാണ് ഇലക്ട്രോൺ, കണ്ടല്ലോ. ഇപ്പോൾ ഇലക്ട്രോൺ കറങ്ങുകയാണ്, ഓർബിറ്റിംഗ് ഇലക്ട്രോൺ ആണ്. ഈ ഓർബിറ്റിൻ്റെ റേഡിയസ് ആറാണ്. അപ്പോൾ ആറാണ് ഓർബിറ്റിൻ്റെ റേഡിയസ്. ഇതൊരു നമുക്കറിയാം. അങ്ങനെയാണെങ്കിൽ ഈ കറക്കം കാരണം ഒരു കറണ്ട് ഉണ്ടാവും. കറണ്ട് എങ്ങനെ കണ്ടുപിടിക്കും? കറണ്ട് ഈസ് ഈക്വൽ ടു ചാർജ് ഡിവൈഡഡ് ബൈ ടൈം എന്നാണ്, അല്ലേ? ഇവിടെ നമുക്കറിയാമെന്നുള്ള ഒരു ഇക്വേഷൻ ഞാൻ എഴുതാം. സ്പീഡ് എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? സ്പീഡ് ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം അല്ലേ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ സ്പീഡ് ഞാൻ v എന്ന് എടുത്താൽ ഇവിടുത്തെ ഡിസ്റ്റൻസ് 2πr ആണ്. അപ്പോൾ 2πr ഡിവൈഡഡ് ബൈ ടി എന്ന് എഴുതാം. അങ്ങനെയാണെങ്കിൽ ഇതിനകത്ത് നിന്ന് ടി എന്ത് വരും? വട്ട് ഈസ് ടി? ടി ഈസ് ഈക്വൽ ടു 2πr ഡിവൈഡഡ് ബൈ v എന്ന് വരും. അപ്പോൾ ഈ വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ കറണ്ട് ഈസ് ഈക്വൽ ടു ഈ അതുപോലെ എഴുതി ഡിവൈഡഡ് ബൈ ടിക്ക് പകരം 2πr ഡിവൈഡഡ് ബൈ v എന്ന് എഴുതി. ഓക്കെ, അപ്പോൾ കറണ്ടിൻ്റെ ആൻസർ നമുക്ക് കിട്ടി. കറണ്ട് ഈസ് ഈക്വൽ ടു എന്താണ്? ഈ v ബൈ 2πr എന്ന് വരും. ഓക്കെ, ഇതിനകത്ത് നമുക്കൊരു ബുദ്ധിമുട്ടും തോന്നിയില്ല. അപ്പോൾ ഓർബിറ്റിൽ കറങ്ങുന്ന ഇലക്ട്രോൺ കാരണം ഒരു കറണ്ട് ഉണ്ടാവും. ആ കറണ്ടിൻ്റെ വാല്യൂ ആണ് നമ്മളിപ്പോൾ പറഞ്ഞത്. വട്ട് ഈസ് എ കറണ്ട്? ev ബൈ 2πr. ബുദ്ധിമുട്ടില്ല. ഇനി ഞാൻ പറയുന്നത്, ഈ ഇലക്ട്രോൺ ഇങ്ങനെ കറങ്ങിയാൽ ഇതൊരു റിങ് പോലെയല്ലേ? നമ്മൾ ഇത്രയും നേരം ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് ഒരു റിങ്ങിൽ ഒരു കറണ്ട് പാസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു എഡ്ജ് നോർത്തായിട്ടും മറ്റേ എഡ്ജ് സൗത്തായിട്ടും വർക്ക് ചെയ്യും. അപ്പോൾ അതൊരു മാഗ്നറ്റിക് ഡൈപോളാണ് എന്ന് പറഞ്ഞു. അപ്പോൾ അതിനൊരു മൊമെൻ്റ് ഉണ്ടാവും. അതുപോലെ നമ്മുടെ ഈ ഓർബിറ്റ് ഇപ്പോൾ ഒരു റിങ് പോലെയാണ്. അതിൽ ഇലക്ട്രോൺ കറങ്ങുന്നു. അപ്പോൾ ഇലക്ട്രോൺ കറങ്ങുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ കറണ്ട് ഉണ്ട് എന്നാണ് എൻ്റെ അർത്ഥം. ആ കറണ്ടാണ് നമ്മളിപ്പോൾ കണ്ടുപിടിച്ചത്. അപ്പോൾ ഇത് ഒരു ഡൈപോളാണ്. ഈ ഓർബിറ്റ് ഇപ്പോൾ ഒരു ഡൈപോൾ പോലെ ആക്ട് ചെയ്യും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അതിന് ഈ ഇലക്ട്രോണുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് ഒരു മാഗ്നറ്റിക് മൊമെൻറ്റ് നമുക്ക് എഴുതാൻ പറ്റും. മൊമെൻറ്റ് എങ്ങനെ കണ്ടുപിടിക്കും? മൊമെൻറ്റ് ഈസ് ഈക്വൽ ടു ഐ എന്നല്ലേ? അപ്പോൾ മൊമെൻറ്റ് ഈസ് ഈക്വൽ ടു ഇവിടുത്തെ ഐ എന്താണ് മക്കളെ? ev ബൈ 2πr ആണ്. ev ബൈ 2πr. ഇവിടുത്തെ ഈ ഓർബിറ്റിൻ്റെ ഏരിയ എന്താണ്? πr സ്ക്വയർ അല്ലേ? ഇപ്പോൾ πr സ്ക്വയർ. ഓരോ പൈ ക്യാൻസൽ ചെയ്തു, 6 ക്യാൻസൽ ചെയ്തു. അപ്പോൾ മാഗ്നറ്റിക് മൊമെൻറ്റ് ഓഫ് ദ ഇലക്ട്രോൺ ഈസ് ഈക്വൽ ടു എന്ത് വരും? ev r ഡിവൈഡഡ് ബൈ 2 എന്ന് വരും. ഓക്കെ, ev r ബൈ 2. അപ്പോൾ മാഗ്നറ്റിക് മൊമെൻറ്റ് കണ്ടുപിടിക്കാനുള്ള ഒരു ഇക്വേഷൻ കിട്ടി. ഇക്വേഷൻ നമ്പർ 1. ഒരു ബുദ്ധിമുട്ടില്ലല്ലോ. ഇനി നമ്മുടെ ഈ ഇക്വേഷനിൽ മേലിലും താഴെയും ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും ഞാൻ മാസ് ഓഫ് ഇലക്ട്രോൺ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ എം ഈസ് ഈക്വൽ ടു എന്തായി? ev r ബൈ 2 അതുപോലെ എഴുതി. മേലിലും താഴെയും മാസ് ഓഫ് ഇലക്ട്രോൺ കൊണ്ട് ഞാൻ മൾട്ടിപ്ലൈ ചെയ്തു. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പണ്ട് പഠിച്ചൊരു സംഭവം ഞാനിവിടെ എഴുതാം. ആംഗുലാർ മൊമെൻറ്റം എന്ന് പറഞ്ഞാൽ r ക്രോസ് p അല്ലേ? r ക്രോസ് p ആണ്. അങ്ങനെയാണെങ്കിൽ സീക്വൽ ടു r എഴുതി, p എന്ന് പറഞ്ഞാൽ mv അല്ലേ? അപ്പോൾ mvr എന്ന് പറഞ്ഞാൽ ആംഗുലാർ മൊമെൻറ്റം അല്ലേ? അപ്പോൾ ഇവിടെ m എന്ന് പറഞ്ഞാൽ ഇവിടെ me ആണ്. mvr എന്നുള്ളത് ആംഗുലാർ മൊമെൻറ്റം അല്ലേ? അപ്പോൾ അതിന് പകരം ആംഗുലാർ മൊമെൻറ്റം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ m ഈസ് ഈക്വൽ ടു ഈ അതുപോലെ എഴുതി. ഇതിന് പകരം l എഴുതി ഡിവൈഡഡ് ബൈ 2me എന്നെഴുതി. ഇപ്പം നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത് ഡൈപോൾ മൊമെൻറ്റ് മാഗ്നറ്റിക് ഡൈപോൾ മൊമെൻറ്റ് കണ്ടുപിടിക്കാനുള്ള രണ്ടാമത്തെ ഇക്വേഷനാണ്. അപ്പോൾ ഓർബിറ്റിംഗ് ഇലക്ട്രോൺ പ്രൊഡ്യൂസ് ചെയ്യുന്ന മാഗ്നറ്റിക് ഡൈപോൾ മൊമെൻറ്റിൻ്റെ രണ്ടാമത്തെ ആൻസറാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. കുഴപ്പമൊന്നുമില്ലല്ലോ. ഇനി ഇവിടെ ഈ ഇക്വേഷനിൽ നിന്ന് നമുക്കൊരു റിസൾട്ട് ഒപ്പിക്കാം. m ബൈ എൽ കണ്ടുപിടിച്ചാൽ എന്ത് വരും? m ബൈ എൽ ഈസ് ഈക്വൽ ടു e ബൈ 2me എന്ന് വരില്ലേ? e ബൈ 2me എന്ന് വരില്ലേ? അപ്പോൾ ഇത്രയും കിട്ടി. ഈ ആൻസറിനെ നമ്മൾ ജൈറോ മാഗ്നറ്റിക് റേഷ്യോ എന്താ പറയുക? ജൈറോ മാഗ്നറ്റിക് റേഷ്യോ. ഇത് കണ്ടിട്ട് എന്തെങ്കിലും തോന്നുന്നോ? ജൈറോ മാഗ്നറ്റിക് റേഷ്യോ കണ്ടിട്ട് എന്തെങ്കിലും തോന്നുന്നോ? e ബൈ എമ്മിൻ്റെ ഹാഫ് അല്ലേ? e ബൈ എമ്മിൻ്റെ ഹാഫ് അല്ലേ e ബൈ 2me? അപ്പോൾ ഇതിനെ പറയുന്ന പേരാണ്
gyro magnetic ratio. അപ്പോൾ gyro magnetic ratio എന്ന് പറഞ്ഞാൽ മൊമെന്റ് ഡിവൈഡഡ് ബൈ ആംഗുലാർ മൊമെന്റത്തിനെ വിളിക്കുന്ന പേരാണ് gyro magnetic ratio. ഈ സിറ്റുവേഷനിൽ അതിൻ്റെ ആൻസർ E/2me ആണ്. അതവിടെ ഇരുന്നോട്ടെ. ഇനി നമ്മുടെ ഈ സെക്കൻഡ് ഇക്വേഷൻ നോക്കുക, എല്ലാവരും സെക്കൻഡ് ഇക്വേഷനിൽ സൂക്ഷിച്ച് നോക്കൂ. ഈ സെക്കൻഡ് ഇക്വേഷനിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ നോക്കൂ. അപ്പോൾ ഈ ആംഗുലാർ മൊമെന്റം ഓഫ് ഇലക്ട്രോൺ ഇൻ ആൻ ഓർബിറ്റ് ഈസ്, നിങ്ങൾ കെമിസ്ട്രി പഠിച്ചാണ് ഞാൻ പറയുന്നത്, ആംഗുലാർ മൊമെന്റം ഓഫ് ഇലക്ട്രോൺ ഇൻ ആൻ ഓർബിറ്റ് ഈസ് ആൻ ഇന്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് h/2π എന്ന് പഠിപ്പിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇവിടെ ഇന്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് h/2π, അപ്പോൾ എല്ലിന് പകരം nh/2π എന്നിടാം. അപ്പോൾ ഈ ഇക്വേഷൻ 2 എങ്ങനെയായിട്ട് മാറും? m is equal to E/2me അതുപോലെ എഴുതിയിട്ട് ഇനി എല്ലിന് പകരം nh/2π എന്ന് എഴുതാം. അപ്പോൾ ആൻസർ ഇതാ കിട്ടി. m is equal to HEN ഡിവൈഡഡ് ബൈ 4πme എന്നാണ് ഞാൻ എഴുതിയിരിക്കുന്നത്. കണ്ടോ, ഇപ്പം നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത് മാഗ്നറ്റിക് ഡൈപോൾ മൊമെന്റ് കണ്ടുപിടിക്കാനുള്ള മൂന്നാമത്തെ ഇക്വേഷൻ ആണ്. ഒരു കുഴപ്പമില്ല. അപ്പോൾ എന്താണ് HEN/4πme, കോഴി /4πme, അങ്ങനെയൊക്കെ ഓർത്ത് വെച്ചാൽ മതി. ഇനി ഇഫ് n is equal to 1, എന്നിൻ്റെ വാല്യൂ ഇതിനകത്ത് 1 ആണെങ്കിൽ എമ്മിൻ്റെ ആൻസർ എന്ത് വരും? m is equal to എന്നിൻ്റെ വാല്യൂ 1 ഇട്ടാൽ HE/4πme എന്ന് വരും. കണ്ടോ, HE/4πme, HE/4π, HE മറക്കരുത്, HE എന്നും HE ആണ്. അപ്പോൾ നോക്കൂ, അപ്പോൾ m is equal to HE/me. ഇതിനകത്ത് ആരാണ് ഈ h എന്ന് പറഞ്ഞാൽ എന്താണ്? പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് നമുക്കറിയാന്നുള്ള 6.626 × 10⁻⁻34 ജൂൾ സെക്കൻഡ്. ഈ ചാർജ് ഓഫ് ഇലക്ട്രോൺ നമുക്കറിയാം, മാസ് ഓഫ് ഇലക്ട്രോൺ നമുക്കറിയാം. അപ്പോൾ ഇതിനകത്ത് എല്ലാ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എമ്മിൻ്റെ ആൻസർ 9.27 × 10⁻⁻24 ആംബിയർ മീറ്റർ സ്ക്വയർ എന്ന് കിട്ടും. ഇത് എന്നിൻ്റെ വാല്യൂ 1 ആണെങ്കിലാണ്. ഓക്കെ, അപ്പോൾ ഇതിനെ നമ്മൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇപ്പം കിട്ടിയ എം വാല്യൂവിനെ നമ്മൾ ബോർ മാഗ്നറ്റോൺ എന്ന് പറയും. എന്താ പറയുക? ബോർ മാഗ്നറ്റോൺ. അപ്പോൾ ഓർത്ത് വയ്ക്കണം. അപ്പോൾ എമ്മിൻ്റെ വാല്യൂ എത്രയാണ്? അപ്പോൾ m is equal to 9.27 × 10⁻⁻24. അപ്പോൾ നമുക്ക് എം കണ്ടുപിടിക്കാൻ 3 ഇക്വേഷൻ കിട്ടി. ഈ 3 ഞാൻ ഒന്നും കൂടെ സ്റ്റാർട്ടിങ്ങോട്ട് പറയുന്നു. സോ എന്തായിരിക്കും ക്വസ്റ്റ്യൻ? ഒബ്റ്റെയിൻ മാഗ്നറ്റിക് മൊമെന്റ് ഓഫ് എ റിവോൾവിംഗ് ഇലക്ട്രോൺ. ഇതായിരിക്കും ക്വസ്റ്റ്യൻ. അപ്പം ഞാൻ ഇത് ഫുൾ സംഭവങ്ങളും ഒന്നും കൂടെ പറയാൻ പോവാണ്. നിങ്ങൾ എനിക്ക് ആൻസർ പറഞ്ഞു തരണം. നോക്കിക്കോ. See, this is a positive nucleus. See, this is the orbit. An electron is orbiting in it. So orbital radius is r. Due to the orbital motion, a current is produced. What is the equation to calculate current? Current is equal to charge by time. Okay, current is equal to charge divided by time. Then you know speed is equal to distance by time. Speed is equal to distance by time. Then speed is taken as v. V is equal to, what is the distance here? It is 2πr divided by t. Okay, then you calculate what is t. What is t? T is equal to, parayu, 2πr divided by v എന്നാണ്. Substitute here. So current is equal to E divided by, what is answer of t? 2πr divided by v. Okay, so current is equal to EV/2πr. EV/2πr. So this is a current produced by orbiting electron. This is a current produced by orbiting electron. So what is a current produced by orbiting electron? EV/2πr. ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല. ഇനി അടുത്ത ഞാൻ പറയാൻ പോകുന്നത് നോക്കിക്കോണം. നോക്കൂ, ഈ കറണ്ട് ഇവിടെ ഉണ്ടായി. ഇനി what is a magnetic moment? Magnetic moment associated with this electron. So what is a magnetic moment associated with the electron? M കാണാനുള്ള ഇക്വേഷൻ എന്താ? M കാണാനുള്ള ഇക്വേഷൻ IA എന്നാണ്. അപ്പോൾ m is equal to IA എന്നാണ്. അപ്പോൾ m is equal to I യുടെ വാല്യൂ നമുക്കറിയാം. What is I? EV/2πr. EV/2πr. ഇവിടുത്തെ ഏരിയ എന്താണ്? അത്രയും സർക്കിളിൻ്റെ ഏരിയ എന്താണ്? πr² എന്നാണ്. അപ്പോൾ ക്യാൻസൽ ചെയ്യാനുള്ളത് ക്യാൻസൽ ചെയ്തോണം. അപ്പോൾ ക്യാൻസൽ ചെയ്യുമ്പോഴത്തേക്ക് യു ക്യാൻ ഗെറ്റ് ദ ഫസ്റ്റ് ഇക്വേഷൻ ഫോർ m. m is equal to പറയൂ EVR/2 എന്ന് കിട്ടും. This is the first equation to calculate magnetic moment associated with orbiting electron. First equation കിട്ടി. ബുദ്ധിമുട്ടായിട്ട് ആർക്കും തോന്നിയില്ല. ഇനി അടുത്തത്, I am multiplying the numerator and denominator by mass of electron. So what can I get? So m is equal to EVR/2നെ മേലിന് താഴെ മാസ് ഓഫ് ഇലക്ട്രോൺ കൊണ്ട് ഇൻഡു ചെയ്യുന്നു. സോ മാസ് ഓഫ് ഇലക്ട്രോൺ. ഇനി നമുക്കറിയാം
എന്താണ് എൽ എന്ന് പറഞ്ഞാൽ? ആംഗുലാർ മൊമെന്റം. എൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ആർ ക്രോസ് പി എന്നാണ്. ആർ ക്രോസ് പി. അപ്പോൾ എൽ ഈസ് ഈക്വൽ ടു ആർ തന്നെ, പി എന്ന് പറഞ്ഞാൽ എം വി ആണ്. ഇവിടെ ഇലക്ട്രോൺ ആവുകൊണ്ട് എം ഇ വി. അപ്പോൾ ഈ സാധനത്തിന് പകരം നമുക്കിനി എൽ എന്നിടാം. അപ്പോൾ ഇവിടെ ഇത്ര ഈ സാധനത്തിന് പകരം ഇനി എൽ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. സോ എം ഈസ് ഈക്വൽ ടു പറയും ഈ അതുപോലെ എഴുതി അത് എൽ ഡിവൈഡഡ് ബൈ 2me. So you are getting your second equation to calculate magnetic dipole moment of orbiting electron. So second equation കിട്ടി. ഇനി ഈ ഇക്വേഷനിൽ നിന്ന് m by l ഞാൻ കാൽക്കുലേറ്റ് ചെയ്യുന്നു. വാട്ട് ഈസ് m by l? പറയൂ. m by l ഈസ് ഈക്വൽ ടു e by 2me എന്ന് കിട്ടി അല്ലേ? ദിസ് ആൻസർ ഈസ് നോൺ ആസ് എന്ത്? ജൈറോ മാഗ്നറ്റിക് റേഷ്യോ. സോ ഈ ആൻസറിന്റെ പേരാണ് ജൈറോ മാഗ്നറ്റിക് റേഷ്യോ. അപ്പോൾ എന്താണ് ജൈറോ മാഗ്നറ്റിക് റേഷ്യോ നോക്കൂ. മാഗ്നറ്റിക് ഡൈപോൾ മൊമെന്റ് ഡിവൈഡഡ് ബൈ ആംഗുലാർ മൊമെന്റം ഈസ് നോൺ ആസ് gyro magnetic ratio. It is half of E by m value of that electron. It is half of E by m value of that electron. ഇത് ഇവിടെ ഒന്നും ഉണ്ടായില്ല. ഇനി ഞാൻ ഈ സെക്കൻഡ് ഇക്വേഷനെ ഒന്നും കൂടെ മോഡിഫൈ ചെയ്യാൻ പോവാണ്. So you know angular momentum of electron in an orbit is an integral multiple of h by 2 pi. പഠിച്ചതാണ്. അപ്പോൾ എല്ലിന് പകരം ആ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ m ഈസ് ഈക്വൽ ടു എന്ത് വരും? e by 2me അതുപോലെ എഴുതി, e by 2me അതുപോലെ എഴുതി, എല്ലിന് പകരം ആ വാല്യൂ ഇടും nh by 2 pi. ഓക്കെ, അപ്പോൾ m ഈസ് ഈക്വൽ ടു നിങ്ങൾ പറയൂ hen ഡിവൈഡഡ് ബൈ 4 pi me. ഓക്കെ, യു ആർ ഗെറ്റിംഗ് യുവർ തേർഡ് ഇക്വേഷൻ ടു കാൽക്കുലേറ്റ് എന്താ മാഗ്നറ്റിക് ഡൈപോൾ മൊമെന്റ് അസോസിയേറ്റഡ് വിത്ത് ഓർബിറ്റിംഗ് ഇലക്ട്രോൺ. അപ്പോൾ പഠിക്കാൻ കോഴി ഡിവൈഡഡ് ബൈ 4 pi me എന്നൊക്കെ പഠിച്ചു വെച്ചാൽ. സോ കോഴി ഡിവൈഡഡ് ബൈ 4 pi me. ദെൻ ഇഫ് n ഈസ് ഈക്വൽ ടു 1 ആണെങ്കിൽ, ഫസ്റ്റ് ഓർബിറ്റ് ആണെങ്കിൽ എന്നിന്റെ വാല്യൂ 1 അല്ലേ? അപ്പോൾ n ഈസ് ഈക്വൽ ടു 1 ആണെങ്കിൽ m ഈസ് ഈക്വൽ ടു പറയൂ എന്നിന്റെ വാല്യൂ 1 ഇട്ടാൽ h ഡിവൈഡഡ് ബൈ 4 pi me. h ഡിവൈഡഡ് ബൈ 4 pi me. ദിസ് ഈസ് ആപ്ലിക്കബിൾ ഫോർ ദ ഫസ്റ്റ് ഓർബിറ്റ്. ശരിയാണോ? ഇനി എച്ചിന്റെ വാല്യൂ എത്രയാ നിങ്ങൾ പഠിച്ചാണ്? 6.6 പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് 6.626 into 10⁻⁻34 ജൂൾ സെക്കൻഡ് എന്നാണ് നിങ്ങൾ പഠിച്ചത്. ഇനി മാസ് ഓഫ് ഇലക്ട്രോൺ നിങ്ങൾക്ക് അറിയാം, ചാർജ് ഓഫ് ഇലക്ട്രോൺ നിങ്ങൾക്ക് അറിയാം. ആ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ യു ക്യാൻ ഗെറ്റ് ദ ആൻസർ ആസ് m ഈസ് ഈക്വൽ ടു 9.27 into 10⁻24 ആംബിയർ മീറ്റർ സ്ക്വയർ. ഈ ആൻസറിന് എന്തോ ഒരു പേരൊക്കെ ഉണ്ടല്ലോ, കെമിസ്ട്രിയിൽ പഠിച്ചതാണ്, ബോർ മാഗ്നറ്റോൺ. എന്താണ്? ബോർ മാഗ്നറ്റോൺ. എന്തെങ്കിലും ബുദ്ധിമുട്ട് ആർക്കെങ്കിലും തോന്നിയോ? അപ്പോൾ നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. ഞാൻ സ്റ്റാർട്ടിംഗ് തൊട്ട് ഒന്നും കൂടെ കാണിക്കും. ലിസൺ പ്രോപ്പർലി. വാട്ട് ഈസ് അവർ ക്വസ്റ്റ്യൻ? ഒബ്റ്റെയിൻ മാഗ്നറ്റിക് ഡൈപോൾ മൊമെന്റ് ഓഫ് ഓർബിറ്റിംഗ് ഇലക്ട്രോൺ. സോ യു കൺസിഡർ ആൻ ഇലക്ട്രോൺ ഓർബിറ്റിംഗ് ഇൻ ആൻ ഓർബിറ്റ്. യു കൺസിഡർ ആൻ ഇലക്ട്രോൺ orbiting in an orbit of radius r. Okay, then current produced is equal to charge divided by time. Okay, then what is the next? We know endana speed is equal to distance divided by time. Speed is equal to distance divided by time. Then what will be time? Parayu. Time is equal to distance divided by speed. Distance divided by speed. No problem. Then here time is equal to distance endana 2 pi r divided by speed is taken as v. Okay, so substitute this value here. So current is equal to E divided by what is T? 2 pi r divided by v. Okay, then current is equal to EV by 2 pi r. This is a current produced by orbiting electron. Any problem? This is a current produced by orbiting electron. ആർക്കും ഒരു ബുദ്ധിമുട്ടും തോന്നിയില്ല. ഇനി എന്താണ് വേണ്ടത്? What is a magnetic moment associated with electron? Magnetic moment associated with your electron. See, all of you listen properly. This is like a ring carrying current. Am I right? So definitely there will be a magnetic moment associated. So magnetic moment associated with orbiting electron is equal to m kanal equation Ia. So Ia. So m is equal to what is I? EV by 2 pi r. So EV by 2 pi r. Then what is the area here? The area here is pi r square. Then so m is equal to EV r by 2. This is a first equation to calculate magnetic dipole moment. Any problem? Then I am multiplying the numerator and denominator by mass of electron. So what can I get?
So m is equal to EVR into mass of electron divided by 2 into mass of electron. Okay. Then you know angular momentum is equal to R cross P. Am I right? So angular momentum is equal to R into what is P? P, it is mass into velocity. Am I right? Here electron, so ME. So instead of RMEV, so instead of this one, you can put as L. So M is equal to EL divided by 2ME. No problem? So you are getting your next equation, second equation to calculate what? Magnetic dipole moment associated with orbiting electron. Then what is the next? From this you can calculate the value of m by L. What is m by L? It is E by 2ME. The result you obtained is known as gyromagnetic ratio. What is it? Gyromagnetic ratio. What is gyromagnetic ratio? It is a ratio of what to what? See, magnetic dipole moment to angular momentum. It is half the value of E by m for electron. Am I right? Then what is the next? You know angular momentum of electron in an orbit is an integral multiple of h by 2 pi. So integral multiple of h by 2 pi. So L equal to nh by 2 pi. You put it here in second equation. So m is equal to, tell me, E by 2ME as such, E by 2ME into, then instead of L you write that. So nh by 2 pi. No problem. So m is equal to HEN divided by 4 pi ME. So this is a third equation to calculate magnetic dipole moment associated with orbiting electron. Then what is the next? If n is equal to 1, that is for the first orbit, n is equal to 1, you put it here. So m is equal to He divided by 4 pi ME. Okay, here all the values are known. H is Planck's constant, its value is 6.626 into 10 raised to minus 34 joule second. Charge of electron you know, mass of electron you know, you put the values, you will get the answer of m as 9.27 into 10 raised to minus 24 ampere meter square. This result is known as Bohr magneton. What is it? Bohr magneton. നമുക്കിത് പിന്നീടും ആവശ്യം വരും. ആറ്റംസ് എന്ന് പറയുന്ന ചാപ്റ്റർ പഠിക്കുമ്പോഴും നമുക്കിതിൻ്റെ ആവശ്യമുണ്ട്. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ. സോ വാട്ട് ഈസ് ഈക്വേഷൻ ടു കാൽക്കുലേറ്റ് മാഗ്നറ്റിക് ഡൈപോൾ മൊമെന്റ് അസോസിയേറ്റഡ് വിത്ത് ഓർബിറ്റിംഗ് ഇലക്ട്രോൺ? ഫസ്റ്റ് ഇക്വേഷൻ ഈസ് EVR by 2. Second equation is EL by 2ME. Then third equation is Cauchy by 4 pi ME. Okay, ഫസ്റ്റ് ഓർബിറ്റ് ആകുമ്പോൾ എന്നിന് പകരം എന്തിടുക? 1 ഇടുക. ഓക്കെ, ഇനി നമുക്ക് അടുത്തതിലേക്ക് പോകാലോ.